ക്ഷേമ പെൻഷൻ അട്ടിമറിക്കുന്നതിനു വേണ്ടിയുള്ള ബോധപൂർവമായ പ്രവർത്തനവുമായി UDF രംഗത്തിറങ്ങിയിരിക്കുകയാണ്. ക്ഷേമ പെൻഷനുകൾ വാങ്ങുന്ന 62 ലക്ഷത്തോളം വരുന്ന പാവപ്പെട്ട പ്രായസ്ഥരായിട്ടുള്ള ആളുകൾ ഇനി അങ്ങോട്ട് ഇപ്പോഴും ലഭിക്കുന്നത് പോലെ വീടുകളിൽ പെൻഷൻ എത്തിക്കുന്ന നിലപാട് അവസാനിപ്പിച്ച് അവർക്ക് നേരിട്ടുള്ള പെൻഷൻ ഇനി ഇല്ല എന്ന് ഗവൺമെൻറ് ഒരു ഓർഡറിലൂടെ തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ്. നമുക്കറിയാം 1980 കർഷക തൊഴിലാളികൾ പാവപ്പെട്ട ഒരു ജനവിഭാഗമെന്ന് കണക്കിലെടുത്ത് നായനാർ ഗവൺമെൻറ് അന്ന് പ്രതിമാസം 45 റുപ്യ പെൻഷൻ അനുവദിക്കുന്ന നില സ്വീകരിച്ചു. ആ 45 റുപ്യയാണ് ഇപ്പോൾ 2000 തുക വർദ്ധിച്ച് എത്തി നിൽക്കുന്നത്. 45 റുപ്യ കർഷക തൊഴിലാളികൾക്ക് പെൻഷൻ കൊടുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അന്നത്തെ പ്രതിപക്ഷ നേതാവ്, കോൺഗ്രസിൻ്റെ പ്രമുഖനായ നേതാവാണ് കെ കരുണാകരൻ. കെ കരുണാകരൻ അന്ന് പറഞ്ഞത്, പ്രത്യുൽപാദനപരമല്ലാത്ത ഈ പെൻഷൻ പദ്ധതി, അതിൻ്റെ ചെലവ് നാടിന് വലിയ നഷ്ടമാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്നാണ്. ഇതിൻ്റെ അർത്ഥം കോൺഗ്രസും UDFും കർഷക തൊഴിലാളി ഉൾപ്പെടെയുള്ള ഏറ്റവും പിന്നിൽ നിൽക്കുന്ന ഈ ജനവിഭാഗങ്ങൾക്ക് പെൻഷൻ നൽകുന്നതിന് എതിരായിരുന്നു എന്നാണ്. ഈ 45 2000 വർദ്ധിപ്പിച്ച ഘട്ടം വരെയുള്ള എല്ലാ കാര്യവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റുകളാണ് വർദ്ധിപ്പിക്കുകയും കൃത്യമായിട്ട് നൽകുകയും ചെയ്തിട്ടുള്ളത്. ഒരു പ്രാവശ്യം ഉമ്മൻചാണ്ടി 100 റുപ്യ വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നു. ആ വർദ്ധിപ്പിച്ച 100 കൊടുത്തില്ല എന്ന് മാത്രമല്ല, 18 മാസത്തെ കുടിശ്ശിക ബാക്കി വെച്ചുകൊണ്ടാണ് UDFിൻ്റെ ഗവൺമെൻറ് അന്ന് താഴെ ഇറങ്ങിയത്. അതിനുശേഷം പിണറായി വിജയൻ ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോഴാണ് ആ കുടിശ്ശിക മുഴുവൻ കൊടുത്തു തീർത്തത്. പിന്നീട് പെൻഷൻ വർദ്ധിപ്പിച്ച് നമ്മൾ കഴിഞ്ഞ പ്രകടന പത്രികയിൽ 3000 റുപ്യയായിട്ട് വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞാണ്. പക്ഷേ 2000 റുപ്യയായിട്ട് നിൽക്കുകയായിരുന്നു. വർദ്ധിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് പോകാൻ കഴിയാത്ത സാഹചര്യം വന്നു എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് മാറി. UDFുകാർ 3000 കൊടുക്കുമെന്നൊക്കെ പറഞ്ഞാണ്. പക്ഷേ സാധാരണ നമുക്കറിയാം, അതെല്ലാം വാഗ്ദത്തം മാത്രമായിട്ട് കിടക്കുകയാണ് ചെയ്യുക. ഒന്നും നടപ്പിലാക്കാൻ വേണ്ടിയല്ല പറയുന്നത്. ഇപ്പോഴുള്ള പെൻഷൻ തന്നെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള അതിശക്തിയായിട്ടുള്ള നടപടികളാണ് ആരംഭിച്ചത്. ഉമ്മൻചാണ്ടി ഒരു ഘട്ടത്തിൽ പറഞ്ഞിരുന്നു, ഈ പെൻഷനൊന്നും കൊടുക്കാൻ സാധിക്കുന്നതല്ല, പെൻഷൻ ബാധ്യത വളരെ കൂടുതലാണ്, ഈ പെൻഷൻ ബാധ്യതയൊന്നും കേരളത്തിലെ ഗവൺമെൻറ്റിന് കൈകാര്യം ചെയ്യാൻ സാധിക്കില്ല എന്ന് UDFിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് കേരളത്തിലുള്ളപ്പോൾ 2011-12 കാലത്ത് അന്ന് അദ്ദേഹം പത്രസമ്മേളനത്തിൽ തന്നെ എല്ലാ പെൻഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദീകരിച്ചതാണ്. ഇപ്പോൾ ഈ 62 ലക്ഷത്തോളം വരുന്ന പാവപ്പെട്ട മനുഷ്യരുടെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആശാ കേന്ദ്രമായിട്ടുള്ള പെൻഷൻ പദ്ധതി എങ്ങനെ ഒഴിവാക്കാം എന്നതിൻ്റെ ആദ്യ ഭാഗമാണ് നേരിട്ടുള്ള പെൻഷൻ വേണ്ടതില്ല എന്ന തീരുമാനം. അതിന് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല. കേരളത്തിലെ ഈ 62 ലക്ഷം ആളുകളെയും അണിനിരത്തി അതിശക്തിയായിട്ടുള്ള പ്രക്ഷോഭം, ഇത് പിൻവലിക്കുന്നത് വരെയുള്ള പ്രക്ഷോഭം ശക്തിയായിട്ട് നടത്തേണ്ടി വരും, നടത്തണം എന്ന് തന്നെയാണ് എനിക്ക് അതുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഗവൺമെൻറ് അടിയന്തരമായി ഈ പ്രഖ്യാപനം പിൻവലിക്കണം. എല്ലാവർക്കും ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന പോലെ, പുതിയ ബാധ്യത ഒന്നുമല്ലല്ലോ, നിലവിൽ ഉള്ള ബാധ്യതയാണ്, ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് പോലെ പെൻഷൻ കിട്ടാൻ ഉതകുന്ന രീതിയിലുള്ള നിലപാട് ഗവൺമെൻറ് സ്വീകരിക്കണം എന്നാണ് എനിക്കത് സംബന്ധിച്ച് പറയാനുള്ള ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ പ്രശ്നം, നമ്മളിപ്പോൾ വളരെ ഗൗരവപൂർവ്വം ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ ദിവസമായി. ഞാൻ ഇന്നലെ ജോണിൻ്റെ വീട്ടിൽ പോയി. വിഴിഞ്ഞത്ത് 2 പെൺമക്കളും ഒരാൺ 3 മക്കളാണ് അദ്ദേഹത്തിന്.
മൂന്നുപേരും നല്ല അഭ്യസ്തവിദ്യരായിട്ടുള്ള യുവതി യുവാക്കളാണ്. അവർക്കിതിനെപ്പറ്റി നല്ല ധാരണയുണ്ട്. ജിജി എന്ന് പറയുന്ന മൂത്ത മകള് PhD ചെയ്യുകയാണ്. കാര്യവട്ടം ക്യാമ്പസിൽ PhD ചെയ്യുന്ന കുട്ടിയാണ് ജിജി. ജിജി എല്ലാവരെയും കണ്ടിരുന്നു. എല്ലാ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെയും വിളിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു, കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഈ കഴിഞ്ഞ 7 ദിവസവും എൻ്റെ പാപ്പയുടെ കടലിൽ പോയി തിരിച്ച് വരാത്ത സാഹചര്യത്തിൽ കണ്ടെത്താൻ വേണ്ടിയുള്ള പ്രവർത്തനത്തിന് ജാഗ്രത വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഉദ്യോഗസ്ഥന്മാരുടെ എല്ലാം പിന്നിൽ നടക്കുകയായിരുന്നു. ഫലപ്രദമായ ഒരു തിരച്ചിലും ഈ 7 ദിവസവും നടത്തിയിട്ടില്ല എന്നാണ് ആ ജിജി പറയുന്നത്. ഫിഷറീസ് വകുപ്പ് മന്ത്രി ആരാണെന്ന് തന്നെ ആർക്കും അറിയില്ല. അദ്ദേഹം എവിടെയും പോയിട്ടില്ല. അദ്ദേഹം വിളിക്കുക പോലും ചെയ്തിട്ടില്ല. സ്വാഭാവികമായിട്ടും കടലോര മേഖലയിലുള്ള പാവപ്പെട്ട മനുഷ്യർ ഒരു അത്താണി പോലെ ഈ ഗവൺമെൻറ് എന്താണ് ചെയ്യുന്നത് എന്ന് നോക്കി അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നവരാണ്. അവരെ കാണാനോ അവരെ വിളിക്കാനോ അവരോട് സംസാരിക്കാനോ, അപ്പോൾ സതീശൻ എന്ന് പറയുന്ന നമ്മുടെ മുഖ്യമന്ത്രി തന്നെ പറയുന്നത്, വി ഡി സതീശൻ പറയുന്നത്, കടലിൻ്റെ അങ്ങോട്ടേക്ക് പോകാനേ പറ്റില്ല, മുമ്പ് അനുഭവങ്ങളുണ്ട്. അതിനാണ് ആ ജിജി എന്ന് പറഞ്ഞത് മാപ്പ് പറയണം, കടലോരത്തിൻ്റെ മക്കളെല്ലാം തെറ്റായ നിലപാട് സ്വീകരിക്കുന്നവരാണ് എന്ന ധ്വനിയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. അത് യഥാർത്ഥത്തിൽ ഞങ്ങൾ അപമാനിക്കലാണ്, അവഹേളിക്കലാണ്. സമൂഹത്തോട് മാപ്പ് പറയണമെന്ന് ജിജി പറഞ്ഞത് ഇതിനടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അതേപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു വീട് അലങ്ങലൂർ പ്രദേശം 5 തെങ്ങാണ്. അവിടെ 2 ആളുകൾ കടലിൽ മിസ്സായി. ഒരാളുടെ ശവശരീരം കിട്ടിയ നമസ്കാരം കഴിഞ്ഞു, മറ്റൊരാളുടെ കണ്ടെത്തിയിട്ടില്ല. കണ്ടെത്താനുള്ള കാര്യമായ ഒരു ശ്രമവും നടക്കുന്നില്ല എന്നാണ് അവരും വളരെ ശക്തിയായിട്ട് പറയുന്നത്. ഷിജിൻ എന്ന് പറയുന്ന 32 വയസ്സുകാരൻ 8ാമത്തെ ദിവസമാണ് മിസ്സായിട്ട്. കണ്ടെത്താനുള്ള ഒരു ശ്രമവും നടക്കുന്നില്ല. ആ വീട്ടിൽ പോയപ്പോൾ അലമുറയിട്ട് കരയുന്ന ഭാര്യ വളരെ ചെറുപ്പക്കാരിയാണ്, നല്ല പ്രായമുള്ളതാണ് അമ്മ. 2 കുട്ടികളാണ്, 4 വയസ്സുള്ള ഒരു കുട്ടി, 1.5 വയസ്സുള്ള മറ്റൊരു കുട്ടി. 4 വയസ്സുകാരന് ഹൃദ്രോഗമാണ്. വലിയ ഹൃദയ ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ള ചികിത്സ നടക്കേണ്ടുന്ന ഒരവസ്ഥയാണ്. വളരെ വളരെ പാവപ്പെട്ട ഒരു കുടുംബം. അതേപോലെ തന്നെ മരിച്ചുപോയത് 27 വയസ്സ് മാത്രമുള്ളൊരു ചെറുപ്പക്കാരനാണ്, കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. ഞങ്ങൾ പോയപ്പോൾ അമ്മ അവിടെ മകൻ്റെ ഫോട്ടോ വെച്ച് അതിൻ്റെ മുമ്പിൽ ബൈബിളൊക്കെ വെച്ച് അതിൻ്റെ ഇടത് ഭാഗത്തിരുന്ന് കരയുകയാണ്. വളരെ ദയനീയമായ ഒരു ചിത്രം. ഇവരെല്ലാം സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ഗവൺമെൻറ് ഏറ്റെടുക്കണം. ഇത് അപൂർവമായ സംഭവങ്ങളാണ്. കടലിൽ പോയി തിരിച്ചു വരാതിരിക്കുക, മുന്നറിയിപ്പ് തന്നെ കൃത്യമായിട്ട് കൊടുക്കാതിരിക്കുക. മുന്നറിയിപ്പ് കൊടുക്കാതിൻ്റെ പശ്ചാത്തലത്തിലാണ് 5 തെങ്ങിലുള്ള ആളുകൾ കടലിലേക്ക് പോയത്. പിന്നീട് അവർക്ക് അറിയിപ്പ് കിട്ടിയപ്പോഴാണ് അവർ തിരിച്ചു വരുന്നത്. ആ തിരിച്ചു വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ വലിയ രീതിയിലുള്ള കടൽ കോളുണ്ടാകുന്നത്. 2 പേര് നീന്തി രക്ഷപ്പെട്ടു, 2 പേര് മിസ്സായി. അതിലൊരാളെ കണ്ടെത്തി, മറ്റേയാളെ കണ്ടെത്തിയില്ല. നീണ്ടകരയിലും ഇതേപോലെ തന്നെയാണ്, ഒരാളെ കണ്ടെത്തിയിട്ടില്ല. നമ്മളെ മന്ത്രിമാർക്ക് നിരുത്തരവാദപരമായ രീതിയിലൊന്നും പറയാം. മുരളീധരൻ പറഞ്ഞു, കടലിലേക്ക് പോയാൽ ബോഡി കിട്ടാൻ താമസം പിടിക്കും. എത്ര ലാഘവത്തോടു കൂടിയാണ്, എത്ര ഗൗരവത്തോടു കൂടി കാണേണ്ട കാര്യമാണ്. ഈ രീതിയിൽ നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രിക്ക് ഇതിൽ കൃത്യമായിട്ടുള്ള എല്ലാറ്റിനെയും കോർഡിനേറ്റ് ചെയ്യാനുള്ള സാഹചര്യമില്ല. ഇപ്പോൾ രാജേഷിൻ്റെ വീട്ടിൽ ഇന്നലെ ഞങ്ങൾ പോയി. എന്താ രാജേഷിൻ്റെ സ്ഥിതി? കണ്ണൂർ ജില്ലയിലാണ്. അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഒരു പരിശീലകൻ, നീന്തൽ പരിശീലകൻ എന്ന നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെയാണ് അപകടത്തിൽപ്പെട്ടത്. തൻ്റെ സ്വന്തം ജാക്കറ്റ് അഴിച്ച് അപകടത്തിൽപ്പെട്ട ഒരാളുടെ കയ്യിൽ എത്തിച്ചു കൊടുത്ത് അദ്ദേഹം നീന്തി രക്ഷപ്പെട്ടു, ജാക്കറ്റ് ഉപയോഗിച്ചിട്ട്. ജാക്കറ്റ് നഷ്ടപ്പെട്ടു പോയ ഈ ചെറുപ്പക്കാരൻ രാജേഷിന് തിരിച്ചു കയറാൻ സാധിച്ചില്ല.
അത്യപൂർവമായ സംഭവമാണ്. ആ ചെറുപ്പക്കാരൻ ആ ചുഴിയിൽ പെട്ട് മരിക്കുകയാണ് ചെയ്തത്. അപ്പോഴും ബോഡി കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമവും സത്യം പറഞ്ഞാൽ ഫലപ്രദമായി നടന്നില്ല. എല്ലാവരും കൂടി ചേർന്ന്, നാട്ടുകാരുൾപ്പെടെ എല്ലാവരും ചേർന്ന് നടത്തിയിട്ട് 3-4 ദിവസം കഴിഞ്ഞപ്പോഴാണ് ബോഡി കിട്ടിയത്. ആ ബോഡി കണ്ണൂർ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം നടത്തി തിരിച്ച് കൊണ്ടുവന്നതിൻ്റെ ഒരു അപമാനകരമായൊരു ചിത്രമുണ്ട്. 3-4 ദിവസം വെള്ളത്തിൽ കിടന്ന ബോഡിയാണ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം തിരിച്ചു കൊണ്ടുവരുമ്പോൾ റവന്യൂ വകുപ്പാണ് ഇതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. തഹസിൽദാരാണ്, പയ്യന്നൂർ തഹസിൽദാർ. ആ പയ്യന്നൂർ തഹസിൽദാർ വളരെ ലാഘവത്തോടു കൂടി പറഞ്ഞു, എല്ലാവരും പോയി, ജനപ്രതിനിധികൾ ഉൾപ്പെടെ എല്ലാവരും പോയിട്ട് പറഞ്ഞു ഫ്രീസർ വേണം, കാരണം 3-4 ദിവസമായി ബോഡി വെള്ളത്തിലാണ്, പോസ്റ്റ്മോർട്ടത്തിന് ശേഷം തിരുവനന്തപുരത്തേക്ക് എത്തിക്കേണ്ടതാണ്, ആംബുലൻസ് ഉണ്ട് പക്ഷേ ഫ്രീസറില്ല. ഫ്രീസറിലൊന്നും കാര്യമില്ല, ഞങ്ങൾ ആസാമിലേക്ക് കയറ്റി അയച്ചിട്ടുണ്ട്, പിന്നെയാണോ തിരുവനന്തപുരത്തേക്ക് എന്നാണ് തഹസിൽദാരുടെ ചോദ്യം. നിരുത്തരവാദപരമായ നിലപാടാണ് റവന്യൂ വകുപ്പ് കൈകാര്യം ചെയ്തത്. ആരോഗ്യ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യവും ചർച്ച ചെയ്തിട്ടുമില്ല. മെഡിക്കൽ കോളേജിൽ തന്നെ കൃത്യമായിട്ട് ഈ കാര്യം അറിയിച്ചിട്ടില്ല. അവസാനം ബോഡിയുമായിട്ട് കോഴിക്കോട് കഴിയുമ്പോഴത്തേക്ക് തന്നെ ദുർഗന്ധം ആയി, വണ്ടി മുന്നോട്ടേക്ക് പോകാൻ കഴിയാത്ത സാഹചര്യം വന്നു. അവിടുന്ന് ചാവക്കാട് എത്തിയപ്പോഴാണ് ഇനി മുമ്പോട്ടേക്ക് പോകില്ല എന്ന് ഉറപ്പ് വന്നപ്പോൾ ഫ്രീസർ കൊണ്ടുവന്ന് ശവശരീരം ഇങ്ങോട്ടേക്ക് തിരുവനന്തപുരത്തേക്ക് എത്തിച്ചത്. ഇത് വിവരമറിഞ്ഞ് മെഡിക്കൽ കോളേജിലുള്ള ആളുകളാണ് പണം അയച്ചു കൊടുത്തത് ഗൂഗിളിൽ. റവന്യൂ വകുപ്പ് ഒരു തരത്തിലുള്ള കാര്യവും ഇടപെട്ടില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഏകോപനമില്ല. ഇവരെല്ലാം എങ്ങനെയൊക്കെയാണ് ഇതെല്ലാം നടത്തേണ്ടത് എന്നുള്ളതിനെപ്പറ്റി ഒരു ധാരണയുമില്ല. അങ്ങനെ അപമാനിച്ച്, ശവശരീരത്തെ തന്നെ അപമാനിച്ച് ഇവിടെ എത്തുകയാണ് ചെയ്തത്. ആ കുടുംബവും അതിദയനീയമായ ചിത്രമാണ്. ഒരുപാട് കടം, വീടിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട്, എവിടെയും എത്തിയിട്ടില്ല. അവിടെയും വളരെ പ്രയാസപ്പെടുന്ന സ്ഥിതിയാണ്. 2 കുട്ടികളാണ്, ചെറിയ കുട്ടികളാണ്, 9ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും പഠിക്കുന്ന 2 ആൺകുട്ടികളാണ്. ഭാര്യയ്ക്ക് ജോലിയില്ല, പ്രായമായ അച്ഛനും അമ്മയും. അടിയന്തരമായിട്ട് അവർക്ക് ജോലി കൊടുക്കണം. ഓഖി ദുരന്തത്തിൻ്റെ ഭാഗമായിട്ട് എങ്ങനെയാണോ ഫലപ്രദമായി കേരളം ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്തതുപോലെ ഈ കടലിൽ മിസ്സായി പോവുകയും ഇതുവരെ കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളവരുൾപ്പെടെ അവരുടെ കുടുംബത്തിലുള്ള അത്താണിയായിട്ടാണ് യഥാർത്ഥത്തിലുള്ളത്. വളരെ ചെറുപ്പക്കാരാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 32 വയസ്സൊക്കെയുള്ള ആളുകളാണ്. 27 വയസ്സുകാരൻ കല്യാണം കഴിച്ചിരുന്നില്ല. ഇവർക്ക് അവരുടെ കുടുംബം നിലനിർത്തുന്നതിനാവശ്യമായ രീതിയിൽ ജോലി അവരുടെ ആശ്രിതർക്ക് നൽകിയില്ലെങ്കിൽ ആ കുടുംബത്തിനൊന്നും നിലനിൽക്കാനാവാത്ത സ്ഥിതിയാണ് രാജേഷിൻ്റെ എല്ലാം കുടുംബത്തിൻ്റെ അവസ്ഥ. അപ്പോൾ ആ രീതിയിലുള്ള നിലപാട് സ്വീകരിക്കാൻ ഗവൺമെൻറ് തയ്യാറാവണം എന്നാണ് അത് സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്. ഇത്തരത്തിലെല്ലാമുള്ള 10-20ലധികം ആളുകളാണ് പ്രകൃതി ദുരന്തത്തിൻ്റെ ഭാഗമായിട്ട് നമ്മെ വിട്ടുപിരിഞ്ഞത്. ഇപ്പോഴും കണ്ടെത്താനാവാത്ത 3 പേര് കേരളത്തിൻ്റെ 3 ഭാഗങ്ങളിലായി മുണ്ടകരയിലും 5 തെങ്ങിലും വിഴിഞ്ഞത്തുമായി നിൽക്കുകയാണ്. 8ാമത്തെ ദിവസമാണ്. ഫലപ്രദമായ എന്തെങ്കിലും ഒരു വർക്ക് തിരച്ചിൽ നടത്താൻ സാധിക്കാത്തൊരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോഴും ഉള്ളത്. ആ കുടുംബാംഗങ്ങളും ആ പ്രദേശവും മുഴുവൻ പ്രതിഷേധത്തിലാണ്. വലിയ രീതിയിലുള്ള പ്രതിഷേധം ഈ 3 മേഖലയിലും ഇപ്പോഴും ഉണ്ടായിട്ടുണ്ട്. മുമ്പ് ഇങ്ങനെയുള്ള ഏതെങ്കിലും സംഭവം ഉണ്ടായാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അപ്പോൾ തന്നെ മന്ത്രിമാരുൾപ്പെടെ പോകുമ്പോൾ അവിടെ അപ്പോൾ പ്രതിഷേധമാണ്. ഒരുപാട് ആളുകൾ അതിൻ്റെ മുമ്പിൽ നിന്ന് നയിക്കാനുണ്ടായിരുന്നു. ഇപ്പോഴാരുമില്ല. ഞാൻ ഇപ്പം അത്രേ പറയുന്നുള്ളൂ. ഇങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ വേറെ അധികം പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ തീരദേശ മേഖല, ഈ തിരുവനന്തപുരത്തിൻ്റെയും കൊല്ലത്തിൻ്റെയും ഈ മേഖല, അതുപോലെ തന്നെ അതിൻ്റെ അപ്പുറം കടന്നാലും പ്രശ്നം തന്നെയാണ്. എല്ലാം വലിയ രീതിയിലുള്ള പ്രയാസങ്ങളാണ്. കുട്ടനാട് വെള്ളം ഇറങ്ങുന്നില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ആ പൊഴി മുറിച്ച് ഫലപ്രദമായിട്ട് വെള്ളം അറബിക്കടലിലേക്ക് ഒഴുക്കിയപ്പോൾ കുട്ടനാട് വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷപ്പെട്ടിരുന്നു. ഇപ്പോഴും തിയറിയെല്ലാം വിശദീകരിക്കുന്നുണ്ട്, പക്ഷേ വെള്ളം ഇറങ്ങുന്നില്ല. വെള്ളം ഇറങ്ങണമെങ്കിൽ പൊഴി മുറിക്കണം. പൊഴി മുറിക്കാൻ ആവശ്യമായ ഫലപ്രദമായ ഇടപെടൽ ഇപ്പോഴും നടക്കുന്നുമില്ല.
ഒരു JCB എല്ലാം കൊണ്ടുപോയിട്ട് മുറിക്കാൻ നോക്കുക, എവിടെ മുറിക്കാനാ? അപ്പോൾ കുട്ടനാട് മുഴുവൻ വെള്ളത്തിൽ മുങ്ങി കിടക്കുകയാണ്. വെള്ളം മഴ പെയ്തില്ലെങ്കിലും അത് ഇറങ്ങിപ്പോകുന്നതിന് വേണ്ടി സാധിക്കുന്നില്ല. സത്യം പറഞ്ഞാൽ ഇതെല്ലാം ഒരുക്കത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യേണ്ടതല്ലേ? അല്ലെങ്കിൽ വെള്ളപ്പൊക്കം ഉണ്ടാവുമെന്ന് മനസ്സിലാക്കിയാൽ ഇടപെടണ്ടേ? പൊഴി മുറിക്കുന്നതിന് ആവശ്യമായ നിലപാട് പൊഴി മുറിക്കാതെ കൊണ്ടല്ല എന്നാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണെന്ന് മനസ്സിലാവണ്ടേ? പൊഴി മുറിച്ചപ്പോൾ വെള്ളപ്പൊക്കം ഉണ്ടായിട്ടില്ലല്ലോ കുട്ടനാട്. ഇപ്പോൾ ലോവർ കുട്ടനാട്, അപ്പർ കുട്ടനാട് എല്ലാം വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടിലാണുള്ളത്, വീടുൾപ്പെടെ. ഇതിനൊന്നും ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ ഒരു ജനകീയ സംരംഭം അവരാരും പറയുന്നുമില്ല. അതാ വേറൊരു വളരെ പ്രധാനപ്പെട്ട പ്രശ്നം അതാണ്. കഴിഞ്ഞ പ്രാവശ്യം 18-19 അനുഭവം നമുക്കുണ്ടല്ലോ. വലിയ രീതിയിലുള്ള ദുരന്തം ഉണ്ടായിട്ടുണ്ട്. ലക്ഷക്കണക്കിന് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. അവർ ക്യാമ്പ് ഉണ്ടായിട്ടുണ്ട്. ആ ക്യാമ്പുകൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. എല്ലാം ഗവൺമെൻറ് സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടൊന്നുമല്ല. അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികൾ കേരളത്തിൻ്റെ വിവിധ മേഖലയിൽ പോയിട്ട് ദുരിതത്തിൽ കിടക്കുന്നവരെ സംരക്ഷിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ ജനകീയമായൊരു പിന്തുണ നേടാൻ സാധിച്ചിട്ടുണ്ട്. അന്ന് മുഖ്യമന്ത്രി അതാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രി പറയുന്നത് ഒരാളുടെയും സഹായം വേറെ വേണ്ടെന്നാണ്. MLA പോലും വിളിക്കുന്നില്ല അവലോകന യോഗത്തിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ ആരും വേണ്ട, ജനപ്രതിനിധികളും വേണ്ട, അല്ല ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെ കാര്യം ചെയ്തുകൊള്ളുന്നതാണ്. ക്യാമ്പുകളിൽ അതിൻ്റെ ഭാഗമായിട്ടാണ് പല സ്ഥലത്തും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായതെന്ന് നമുക്കറിയാം. CPIM-ൻ്റെ പ്രവർത്തകർ ഈ എല്ലാ ക്യാമ്പുകളിലും ഞങ്ങൾ ആദ്യമേ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അവിടെ എല്ലാം സന്നദ്ധ പ്രവർത്തകർ എന്ന രീതിയിൽ ഫലപ്രദമായിട്ട് ഇടപെട്ട് സഹായിക്കണം. അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ പറയുന്ന സാഹചര്യം ഒരുക്കേണ്ട ഗവൺമെൻറ്, അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റുകൾ, അത് റവന്യൂ ആയാലും അതുപോലെ തന്നെ ആരോഗ്യ മേഖല എടുത്ത് പരിശോധിച്ച് നോക്കിയാലും അതുപോലെ തദ്ദേശ സ്വയംഭരണ മേഖല എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ എല്ലാറ്റിനെയും ഏകോപിപ്പിച്ച് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ഫലപ്രദമായ നിലപാട് സ്വീകരിക്കാത്തതിൻ്റെ ദുരന്തമാണ് യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കൂടുതൽ അനുഭവിക്കേണ്ടി വന്നത് എന്നതാണ് പൊതുവായിട്ട് പറയാനുള്ള കാര്യം.